ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 5 മിനിറ്റിൽ തന്നെ ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് അവലാണ്. ഞാനിപ്പോൾ ഇവിടെ ചുമന്ന അവൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരുപാട് സമയം നമ്മളിതൊന്നും വെക്കണ്ട. ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഉടനെ തന്നെ നമുക്കിത് കൈകൊണ്ട് ഇങ്ങനെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ ശേഷം നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ അവലെല്ലാം ഇതുപോലെ ഒന്ന് വെള്ളം കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്നത് സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള നല്ല പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട കൂടി നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച ശേഷം കൈകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കൈകൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പരുവത്തിനാണ് നമുക്കിതിവിടെ കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇതിങ്ങനെ ഒന്ന് ഉരുട്ടിയ ശേഷം ഇത് എണ്ണയിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഒരു 5-6 എണ്ണമൊക്കെ നമുക്ക് ഒരേ സമയം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ ബബിൾസൊക്കെ കുറഞ്ഞ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളതൊന്നും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ അവൽ വെച്ച് ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.